അലനല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്ര പരിധിയിൽ മഴക്കാല രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങളിലേക്ക് എത്തിയിട്ടില്ലാത്തൊരു സാഹചര്യം, ഒരാശ്വാസകരമായ സാഹചര്യം നിലവിലുണ്ട്. എങ്കിലും പകർച്ചപ്പനി പല രൂപത്തിലും ഭാവത്തിലും പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. CHCയിലെ OPയിലെ കാര്യങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ ദിനംപ്രതി 500-ൽ പരം ആളുകൾ ഇവിടെ OP ചികിത്സയിലേക്ക് എത്തുന്നുണ്ട്. ഏകദേശം അതിൻ്റെ ഒരു 1/3 ഭാഗവും പല രീതിയിലുള്ള പനിക്കേസുകളായിട്ടാണ് ബോധ്യപ്പെടുന്നത്. മഴക്കാല രോഗങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട അസുഖങ്ങൾ കരുതിയിരിക്കേണ്ടുന്നത് കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ ജലജന്യ രോഗമായ മഞ്ഞപ്പിത്തവും ഒപ്പം ജന്തുജന്യ രോഗമായ എലിപ്പനിയുമാണ്. ഇതിൽ കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനി രോഗം ചെറിയ അളവിൽ നമ്മുടെ പഞ്ചായത്തിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിനൊരു തുടക്കം എന്നോണം മാർച്ച് മാസത്തിൽ ഡെങ്കിപ്പനിയുടെ തുടക്കം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. മാർച്ച് മാസത്തിൽ 3 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കപ്പെട്ടത്. ഒറ്റപ്പെട്ട കേസുകളായിരുന്നു. ഏപ്രിൽ മാസത്തിൽ അത് 4 കേസുകളായി ചെറിയ വർധനവുണ്ടായി. മെയ് മാസത്തിൽ നമുക്ക് 12 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മെയ് മാസത്തിൽ 12 കേസുകളാണെങ്കിൽ ജൂൺ മാസം പകുതിയാവുമ്പോഴേക്കും 20-ൽ കൂടുതൽ കേസുകൾ സംശയാസ്പദമായതും സ്ഥിരീകരിക്കപ്പെട്ടതുമായിട്ടുള്ള ഡെങ്കി കേസുകളുടെ ഒരു സാഹചര്യം ഇന്ന് അലനല്ലൂർ പഞ്ചായത്ത് നിലവിലുണ്ട്. ഈ ഒരു സാഹചര്യം നമ്മൾ 1-2 ഘട്ടങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ, പഞ്ചായത്ത് ഭരണസമിതി തലത്തിൽ വിലയിരുത്തുകയുണ്ടായി. പഞ്ചായത്ത് ഇന്റർസെക്ടറൽ യോഗം ചേർന്ന് പകർച്ചപ്പനികളെക്കുറിച്ചുള്ള വിശദമായ അവലോകനം നടത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അലനല്ലൂർ പഞ്ചായത്തിലെ പ്രധാന ടൗണുകളായ അലനല്ലൂർ ടൗണ്, കോട്ടപ്പള്ള ടൗണ്, അതുപോലെ കർക്കിടാംകുന്ന് ടൗൺ പ്രദേശം, ഈ 3 ടൗൺ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായ ബഹുജന പങ്കാളിത്തം സമാഹരിച്ചുകൊണ്ട് ക്ലീനിംഗ് പ്രവർത്തനങ്ങൾ ഏറെക്കുറെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഘട്ടം പ്രതിരോധ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് മുഴുവൻ വാർഡുകളിലും പഞ്ചായത്ത് ഭരണസമിതിയിലെ വാർഡ് മെമ്പർമാരുടെ മേൽനോട്ടത്തിൽ, ആരോഗ്യ പ്രവർത്തകരുടെ മേൽനോട്ടത്തിൽ വ്യാപാരികളും ആശാപ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരും അതുപോലെ ഹരിതകർമ്മ സേന അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും ബഹുജനങ്ങളാകെയും പങ്കെടുപ്പിക്കുന്ന രൂപത്തിൽ വാർഡ് തലങ്ങളിൽ പൊതുസ്ഥലങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ശുചീകരണ പ്രവർത്തനങ്ങളും ഭംഗിയായി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക്. ഇനി അതിൻ്റെ ഒരു തുടർച്ച എന്നോണം 3-ാം ഘട്ടത്തിൽ നടക്കേണ്ടുന്നത് ഗാർഹിക ശുചീകരണ പ്രവർത്തനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തിയും വീട്ടുകാരും സ്വന്തം വീടും പരിസരവും രോഗാണുവിമുക്തമാക്കുന്ന ഒരു ശുചീകരണ പ്രവർത്തനത്തിലേക്കാണ് അടുത്ത ഘട്ടത്തിൽ നടക്കേണ്ടത്. ഇതിനുള്ള ഇടപെടലുകൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ, ആരോഗ്യ പ്രവർത്തകരുടെയും ബഹുജനങ്ങളുടെ ഒക്കെ നേതൃത്വത്തിൽ ഇടപെടൽ നടത്തി വരുന്നുണ്ട്. എന്നാൽ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ വീടുകൾ കൊതുകുകളുടെ ഉറവിട വിമുക്തമാക്കുന്ന പ്രവർത്തനത്തിൽ വിജയം കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അങ്ങിങ്ങായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഡെങ്കിപ്പനി കേസുകളെ ചുറ്റിപ്പറ്റി അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തകർ നടത്തുന്ന പഠന പ്രവർത്തനത്തിൽ മനസ്സിലായത്, കൊതുകു സാന്ദ്രതാ പഠന പ്രവർത്തനത്തിൽ മനസ്സിലായത്, കൊതുകുകളുടെ ഉറവിടങ്ങൾ വർദ്ധിച്ച തോതിൽ ഇപ്പോഴും നിലവിലുണ്ട്. ഇത് കണ്ടെത്തി നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഏറ്റവും അടിയന്തരമായി ബഹുജന പങ്കാളിത്തോട് കൂടിയിട്ട് മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം ഉണ്ടാകുന്ന രീതിയിൽ നടക്കേണ്ടതൊരു പ്രവർത്തനം ഉറവിട നശീകരണ പ്രവർത്തനമാണ്. ഇത് ആഴ്ചയിലൊരിക്കൽ നടക്കേണ്ടതുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മനുഷ്യനിർമ്മിതമായ പാഴ്വസ്തുക്കളിലാണ് ഏറിയ പങ്കും ഈ കൊതുക് താവളം ആയി കാണുന്നത്. അതോടൊപ്പം ഇത്തവണ കണ്ടുവരുന്നൊരു പ്രത്യേകത, വീടിൻ്റെ ടെറസിന് മുകളിൽ അതുപോലെ സൺഷെയ്ഡിന് മുകളിൽ ഉറവിടങ്ങൾ, പോസിറ്റീവായ ഉറവിടങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഇത് പലപ്പോഴും ആളുകളെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ഒരു മേഖലയാണ്. അതുപോലെ തന്നെ വെള്ളം ശേഖരിച്ചു വെക്കുന്ന ഉൾവശം ആഴ്ചയിലൊരിക്കൽ ശരിക്ക് ഉരച്ച് കഴുകി വൃത്തിയാക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഈ അർത്ഥത്തിൽ പകർച്ചവ്യാധി പ്രതിരോധം പൂർണ്ണമായ അർത്ഥത്തിൽ സാധ്യമാക്കുന്നതിന് വേണ്ടി ഉറവിട നശീകരണം ആഴ്ചയിലൊരിക്കൽ മുഴുവൻ ആളുകളുടെയും മനസ്സ് തൊട്ടുള്ള ഒരു സമീപനം, ഒരു പ്രവർത്തനം ഈ രംഗത്തുണ്ടാവണം എന്ന് ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു സാമൂഹ്യാരോഗ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം ജലജന്യ രോഗങ്ങൾക്കെതിരെയും ഒരു ജാഗ്രത തുടരേണ്ടതുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിവെള്ളമായി ഉപയോഗിക്കുന്നൊരു ശീലം, അതുപോലെ
ഒരല്പം വ്യക്തി ശുചിത്വ ശീലങ്ങൾ, പരിസര ശുചിത്വം, സാമൂഹ്യ ശുചിത്വം ഇതെല്ലാം കർശനമായി പാലിച്ചുകൊണ്ട്, നല്ല രീതിയിൽ പാലിച്ചുകൊണ്ട് നമുക്ക് ജലജന്യ രോഗങ്ങളെയും അകറ്റി നിർത്താൻ വേണ്ടി കഴിയും. സംസ്ഥാനത്ത് നിലവിലുള്ള സാഹചര്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ജലജന്യ രോഗമായ ഷിഗല്ല കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, ജീവൻ അപഹരിച്ചു വരുന്നു. ഇതിലെല്ലാം പ്രിയപ്പെട്ടവരുടെ നല്ല ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാവണം. അതുപോലെ തന്നെ എലിപ്പനി ഒരു ജന്തുജന്യ രോഗമാണ്. മാലിന്യ സംസ്കരണം ഒരു വലിയ വിഷയമാണ്. ശരിയായ മാലിന്യ പരിപാലനം സാധ്യമാക്കിക്കൊണ്ട്, എലിനശീകരണം സാധ്യമാക്കിക്കൊണ്ട് എലിപ്പനിയെയും നമുക്ക് നല്ല രീതിയിൽ തടഞ്ഞു നിർത്താൻ വേണ്ടി പറ്റും. ഈ അർത്ഥത്തിൽ മാലിന്യ പരിപാലനം ശാസ്ത്രീയമാക്കിക്കൊണ്ട് മഴക്കാല രോഗങ്ങളെ കൃത്യമായ രീതിയിൽ ചെറുക്കുന്നതിന് ആരോഗ്യ പ്രവർത്തകർക്കും ഗ്രാമപഞ്ചായത്തിനും ഒപ്പം അലനല്ലൂരിലെ മുഴുവൻ ആളുകളുടെയും സജീവമായ പിന്തുണയും സഹകരണവും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുന്നു.